ഫോർ എക്സാമ്പിളായിട്ട് ഈ കാണുന്ന ഒരു കൂട്ടം വാഴ, ഈ വാഴയിൽ നിന്ന് നമ്മൾ വെട്ടുവാണെങ്കിൽ ഒരു 10-60 ഇലയോളം നല്ല ഇലകൾ വെട്ടാൻ പറ്റിയ പരുവത്തിൽ നിൽക്കുന്നതാണ്. അതായത് ഈ വർഷത്തെ ഓണം നമ്മൾക്ക് കാര്യമായിട്ട് കൊള്ളാനൊന്നും പറ്റത്തില്ല എങ്കിലും എല്ലാ കമ്പനിക്കാരും എല്ലാ ആൾക്കാരും എല്ലാ മേഖലകളും ഓണത്തിൻ്റേതായ ഒരു പബ്ലിസിറ്റിയുടെ ഘോഷയാത്രയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വാഴത്തോട്ടത്തെക്കുറിച്ച് ചെറിയ ഒരു പരസ്യം ചെയ്യുകയാണ്. താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും ഇലയോ അല്ലെങ്കിൽ കൊലയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൗകര്യാർത്ഥം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇല ആണ് പ്രധാനമായിട്ടും 10,000, 20,000, 15,000 ഇല ആർക്ക് വേണമെങ്കിലും എവിടുത്തുകാർക്ക് വേണമെങ്കിലും വന്ന് വെട്ടിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഓർഡർ പ്രകാരം ഞങ്ങൾ തന്നെ ഇത് വെട്ടി സ്ഥലത്ത് എത്തിക്കുകയോ ചെയ്യുന്നതായിരിക്കും. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏത് ഇലയാണ് വേണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെയുള്ള ഇലയാണ് വേണ്ടതെന്ന് വെച്ചാൽ വരാം, ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം, സ്ഥലങ്ങൾ പറയാം, എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിച്ചേരും. അതല്ല അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കാണെങ്കിൽ ഇത് വന്ന് വെട്ടിക്കൊണ്ടും പോകാം. വിലയും കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് അന്ന് ആ സാഹചര്യം അനുസരിച്ച് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ വാഴത്തോട്ടത്തിൽ പല ഇനം വാഴകളുണ്ട്. നിങ്ങൾക്ക് പൂമ്പാഴയുടെ ഇല വേണമെങ്കിൽ അതുണ്ട്, വാളയന്തോടനുണ്ട്, ഞാലിപ്പൂവനുണ്ട്, അങ്ങനെയുള്ള പല സൈസുകളുമുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതാണെന്ന് വെച്ചാൽ നമ്മൾക്ക് വെട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ പറയുന്നിടത്ത് ഞങ്ങൾ വെട്ടിക്കൊണ്ട് തരും. പക്ഷേ അതിന് അപ്പോൾ ട്രാൻസ്പോർട്ടിങ് ചാർജ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ കൂടും. നിങ്ങൾക്ക് വന്ന് വെട്ടുന്നതായിരിക്കും കുറേ കൂടെ സൗകര്യപ്രദം. എപ്പോഴാണെന്ന് വെച്ചാൽ ആർക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് ഈ കാണുന്ന ഒരു കൂട്ടം വാഴ, ഈ വാഴയിൽ നിന്ന് നമ്മൾ വെട്ടുവാണെങ്കിൽ ഒരു 10-60 ഇലയോളം നല്ല ഇലകൾ വെട്ടാൻ പറ്റിയ പരുവത്തിൽ നിൽക്കുന്നതാണ്. അത് നല്ല വൃത്തിയുള്ളതാണ്, അല്ലാതെ വെറും പൊട്ടിയതോ പറഞ്ഞതോ ഒന്നുമല്ല. നല്ല രീതിയിലുള്ള ചെയ്വനകളും കാര്യങ്ങളുമാണ്. ആവശ്യക്കാരാരായിരുന്നാലും ആവശ്യപ്പെട്ടാൽ ബന്ധപ്പെടുക. ഇതിപ്പോഴേ ഒരു 10,000 മൂട് വാഴയുണ്ട് ഇതിനകത്ത്. ഈ വാഴകൾ അന്ന് വെച്ച സമയത്തെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഉണക്കും അടിച്ച് ആകപ്പാടെ നിവൃത്തിയില്ല, വെള്ളം അടിക്കാൻ മാർഗ്ഗമില്ല. റബ്ബറാണ് ഇത് മൊത്തം, റബ്ബറിൻ്റെ സംരക്ഷണം ഇതെല്ലാം കൂടി ഇങ്ങനെ കിടന്ന് ആകപ്പാടെ വലിഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം കുറേ മാന്യനായ വ്യക്തി ആയതുകൊണ്ട് പൈസ നോക്കാതെ തന്നെ ജോലിക്കാരെ നിർത്തി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് വളവിടുകയും. ഇത് തന്നെ കണ്ടില്ലേ, ഈ റബ്ബർ എന്ന് പറയുന്നത് 2ാം വർഷ തൈകളാണ്. സാധാരണഗതി 2ാം വർഷ തൈകളൊന്നും ഈ പരുവത്തിലൊന്നും നീക്കത്തില്ല. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ഥിരമായിട്ട് 2 ജോലിക്കാരെ ഇതിനകത്ത് നിർത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഒരു കഴിഞ്ഞ 2 മാസം മുമ്പേ, അതായത് കർക്കിടകത്തിന് മുമ്പേ അദ്ദേഹം 20,000 ഇലയാണ് ഇതിനകത്തുനിന്ന് വെട്ടിക്കൊണ്ട് പോയത്. പല പാർട്ടികൾ വന്ന് 10,000-20,000 രൂപ 10,000 ഇല വെട്ടി. അതുകൂടാതെ പറക്കോട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരാൾ വന്ന് ഇല വെട്ടുന്നുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ഇതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇല്ലേ പുള്ളി സ്ഥിരമായിട്ട് മൊത്തം എടുത്തോളാമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഈ തൈ പിടിച്ച് കെട്ടാനും ഇപ്പോൾ കല്യാണ മാസമല്ലയോ, കല്യാണം ഇപ്പോൾ ചിങ്ങമാസമല്ലേ, ചിങ്ങത്തിലും വൃശ്ചികത്തിലും ധനുവിലും ഒക്കെ കല്യാണ സമയങ്ങളാണല്ലോ. അപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്കുള്ള ഇലകളായിരുന്നാലും ക്ഷേത്രങ്ങളിലേക്കുള്ളതായിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്കാണെങ്കിൽ 3,000 ഇലയാണ് കൊടുത്തത്. അത് ഒരു സ്ഥിരമായിട്ട് ഇല വെട്ടി കൊടുക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് നമ്മളെ സമീപിക്കുകയും എന്നാൽ വെട്ടിക്കോളാം, ഗണപതി അമ്പലത്തിലേക്കല്ലേ വെട്ടിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഒരിലയ്ക്ക് 2.5 രൂപ വെച്ച് അന്ന് നമുക്കിവിടെ തന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനുള്ള ഇലയും വെട്ടിക്കൊണ്ട് പോയി. നിങ്ങളെ ഒരു കാര്യം ചെയ്യുക. ഒന്നാമത്തെ കാര്യം മഴയാണ്. ഇവിടെ നിന്ന് കൂടുതൽ നേരം ഇത് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നനഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവരെ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവിധ കാര്യങ്ങളും നിങ്ങളും കൂടെ യോജിച്ച് നമുക്ക് അനുകൂലമായ രൂപത്തിൽ നമ്മളോടൊത്ത് സഹകരിച്ച് പെരുമാറുക. ഒരു സഹോദരങ്ങളെന്ന നിലയ്ക്ക് നമ്മളോട് പെരുമാറുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. തന്നെയല്ല, നമ്മുടെ ഈ വയനാടിൻ്റെ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളാണ് പോയിരിക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ ഇതിനകത്ത് 2-3 പേരുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മാന്യമായ രൂപത്തിൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രൂപത്തിൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഞങ്ങളുടേതായ ഓണാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.